തിരുവനന്തപുരത്ത് ഒരു വിസ്മയം വരുന്നു എന്നാണ് വാർത്ത. പൊതുവെ നമ്മൾ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ വിസ്മയങ്ങൾ ആരംഭിച്ചത് കോൺഗ്രസ് ആണെങ്കിലും ഇപ്പോൾ വിസ്മയങ്ങൾ ആരംഭിക്കുന്നത് കോൺഗ്രസ്സിലല്ല BJPയിലാണ് എന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആനന്ദ ബോസ് പശ്ചിമ ബംഗാളിലെ അദ്ദേഹത്തിൻ്റെ ഗവർണർ സ്ഥാനം രാജിവെച്ചു. പെട്ടെന്നാണ്, അപ്രതീക്ഷിതം, പെടുന്നനെ, ഞെട്ടിപ്പിക്കുന്നത് എന്നൊക്കെ നിലക്കാണ് വാർത്ത പുറത്തു വന്നത്. പക്ഷേ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചോദിച്ചത് എന്തുകൊണ്ട് പെടുന്നനെ ഇങ്ങനെ ഒരു രാജി? അതിൻ്റെ ഉത്തരമാണ് ആനന്ദബോസ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ BJPയുടെ സ്ഥാനാർത്ഥിയായി വരും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തു തോന്നുന്നു? അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ പിയേഴ്സൺ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ, ഈ നമ്മുടെ BD സതീശൻ വിസ്മയമായിട്ട് ഇറങ്ങി. പക്ഷെ നമ്മൾ എത്ര പറയുമ്പോഴും RC ആണ്. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് എനിക്കറിയില്ല. RC ആണ് ഇപ്പോൾ കേരളത്തിലുടനീളം വിസ്മയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല MLA-മാരെ ഇതിനകത്ത് കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നുള്ള DCC ഭാരവാഹികളെ കൊണ്ടിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരെ, ഇപ്പം തന്നെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി അപ്പുറത്ത് പോയപ്പോൾ BJP ആണ് അവിടെ വിസ്മയം ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ വിസ്മയങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഈ പ്രാവശ്യം എന്തു വന്നാലും BJPക്ക് ഇതുവരെ ഇല്ലാത്തൊരു സാധ്യത സംസ്ഥാനത്ത് BJPക്കാർ കാണുന്നു. അപ്പോൾ BJPക്കാർ കാണുമ്പോൾ അവരാ സാധ്യത മാക്സിമം മുതലെടുക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നതെല്ലാം അതുപോലെ, അല്ലെങ്കിൽ അവർക്ക് കഴിയും, അല്ലെ അവർക്കേ ഇനി കഴിയൂ, BJP നേടും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ട്. കാരണം അതിന് ഉദാഹരണം വിചാരിച്ചാൽ നടക്കും. ഇതുവരെ പലവട്ടം വിചാരിച്ചിട്ട് നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെന്നുള്ളത്. അപ്പോൾ കോർപ്പറേഷൻ പിടിക്കും എന്ന് RC പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ അവിടെ 10-42 കൊല്ലം കൊണ്ടും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെയും കയ്യിലിരിക്കുന്നതാണ്. അവരെ മറികടക്കുക CPM പോലുള്ള പാർട്ടിയെ എത്ര പറയുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്ന പാർട്ടി, അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റു 2 പാർട്ടികൾക്കും ചെയ്യാൻ ഒക്കത്തില്ല നമുക്കറിയാം. അപ്പം അതിനെ മറികടന്ന് അവിടെ വരുക നിസ്സാര കാര്യമല്ല. അതിനുശേഷം ഇപ്പം അവരുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരത്തെ കൂട്ട് സാധ്യതയുള്ളിടത്ത് കേന്ദ്രീകരണം നടത്തി പിടിക്കുക. മൊത്തം ഇടത്തും മത്സരിക്കുന്നുണ്ട്, പക്ഷേ സാധ്യതയുള്ളിടത്ത് കേന്ദ്രീകരിക്കുക. അവിടെ ഏറ്റവും ജനത്തിന് അവിടെ ആ സാധ്യതയുള്ളിടത്ത് BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള രീതിയിലേക്ക് ആ മണ്ഡലം ഒരുക്കുക. അതിന് മണ്ഡലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തകരെ ഒരുക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു. അതിനുവേണ്ടി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമല്ലോ. ഇപ്പം അവിടെ ശ്രീലേഖ വട്ടിയൂർക്കാവ് മോശമാണെന്ന് പറയാനേ പറ്റത്തില്ല, ആരും മോശമാണെന്ന് പറയത്തില്ല. സെൻട്രൽ നേമത്ത് RC വരുന്നു, അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് V മുരളീധരൻ വരുന്നു. ഇപ്പം സെൻട്രൽ സ്ഥാനാർത്ഥി വരുമ്പം ആരാ? ആനന്ദബോസാണ്, ഗവർണറാണ്, അല്ലെങ്കിൽ IAS-കാരനായിട്ട് ഇരുന്നപ്പോൾ നല്ല പേരും പെരുമയുള്ള ആളാണ്. ആൾക്കാർക്ക് ഒരു മോശവും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം ബലത്ത സ്ഥാനാർത്ഥികൾ, ഈ സ്ഥാനാർത്ഥികളെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുമല്ലോ. ഇപ്പം അവിടെ നിൽക്കുന്ന MLA-മാരെ മറികടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ, തിരുവനന്തപുരത്തുകാർക്ക് ആ രീതിയിൽ ചിന്തയുള്ള ആൾക്കാരായതുകൊണ്ട് ആ MLA-ക്ക് മാറ്റി, ജനകീയനായിട്ട് നിൽക്കുന്ന ഒരു MLA മാറ്റി അതിനപ്പുറം വോട്ട് ചെയ്യണമെങ്കിൽ അതിനെക്കാട്ട് ജനത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിച്ചെല്ലാനും അതുപോലെ ആ പ്രദേശത്ത് വികസനം കൊണ്ടുവരാനും കഴിയുന്ന ആൾ വേണം. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ ആണ് ഇവരെന്നുള്ള രീതിയിൽ ബലമുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ മറിച്ചാലോചിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ എത്ര പറയുമ്പോഴും RC അവതരിപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് തിരുവനന്തപുരത്താണ് ഏറ്റവും സാധ്യത, അതിന് ശേഷമാണ് ബാക്കിയുള്ളിടത്ത് സാധ്യതയുള്ളത്. തിരുവനന്തപുരത്തെ സാധ്യത അത് പൂർണ്ണമായിട്ടും BJP പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി പോകുന്നു. അതായത് ആദ്യം ഒരുക്കുന്നതും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ തീരുമാനിച്ചിരിക്കുന്നതും തിരുവനന്തപുരം ആണ് എന്ന് വേണം നമുക്ക് കരുതാൻ. അല്ല, അതിന് പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, മോദി പലവട്ടം BJPക്കാരെ ഉപദേശിച്ചെന്താണ്, നിങ്ങൾ തിരുവനന്തപുരം പിടിക്കൂ, ഒരു കോർപ്പറേഷൻ പിടിച്ചാണ് ഞാൻ ഗുജറാത്ത് പിടിച്ചതെന്നാണ് അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാരെയും തീവണ്ടിയിൽ ഡൽഹിയിലെത്തിക്കുകയും ഡൽഹിയിൽ ചെന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായി അവർ സംഭാഷണത്തിലേർപ്പെടുകയൊക്കെ ചെയ്തു. അതവർക്ക് നൽകിയ ഊർജ്ജം വളരെ വലുതാണ്. ഇപ്പം BJPയുടെ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി. ഇനി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കുറച്ച് MLA-മാരെ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള വഴികൾ ആലോചിച്ച സമയത്താണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആനന്ദ് ബോസിനെ രാജിവെപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് ഇറക്കിയിരിക്കുന്നു. തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തിരുവനന്തപുരം സെൻട്രലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ആൻ്റണി രാജു ആയിരുന്നവിടെ ജയിച്ചത്. അപ്പം അദ്ദേഹം ഇപ്പോൾ തൊണ്ടിമുതൽ കേസിൽ പുറത്താണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. CPM ആ സീറ്റ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്ത ഒരിടം. അവിടേക്ക് ആനന്ദ് ബോസിനെ പോലെയുള്ള ഒരു ബ്യൂറോക്രാറ്റ് വരുന്ന സമയം BJP-യുടെ ഇലക്ഷൻ ടാക്ടിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ശ്രീലേഖ IPS-നെ കൊണ്ടുവന്നു, അവർ കൗൺസിലർ ആക്കി. അവർ മേയറാവും എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവരലാണ്. അതുകൊണ്ട് അവരെ ആക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ MLA ആക്കി അവരെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്ന ആലോചനയാണ് അവരെ വട്ടിയൂർക്കാവിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വട്ടിയൂർക്കാവിൽ അവർ വരുന്നു, തിരുവനന്തപുരം സെൻട്രലിൽ ആനന്ദ് ബോസ് വരുന്നു, നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് BJP-യുടെ കരുത്തരായിട്ടുള്ള നേതാക്കൾ, അതുപോലെ തന്നെ V. മുരളീധരൻ്റെ കാര്യം പറഞ്ഞു കഴക്കൂട്ടം, നമ്മളിങ്ങനെ നോക്കിയാൽ BJP-യുടെ എല്ലാ സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളായി മാറുകയാണ് ചെയ്യുന്നത്. ആ മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു ഫോക്കസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വരുമ്പോൾ അത് ആരെ സഹായിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPM-നാണോ അതിൻ്റെ ഗുണം, അതോ കോൺഗ്രസിനാണ്? തിരുവനന്തപുരത്ത് കോൺഗ്രസ് ദുർബലമാണ്. അത് നമ്മൾ മേയർ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ട കാര്യം. അതിൻ്റെ ആവർത്തനം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക. എന്ന് വെച്ചാൽ പലയിടങ്ങളിലും CPM-ഉം അതേപോലെ തന്നെ BJP-യും തമ്മിലുള്ള മത്സരമായിട്ട് മാറിയേക്കാം. ഇതാണ് അവിടുത്തെ ഒരു വിസ്മയം. എന്നുവെച്ചാൽ ആ വിസ്മയ ചിത്രത്തിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് സാറി പറഞ്ഞ പോലെ അവിടെ 9 മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിനകത്ത് 5 ഇടത്ത് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങളായി കഴിഞ്ഞു. മത്സരം കഴിഞ്ഞേ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ആര് ജയിക്കും ആര് തോക്കും എന്ന് പറഞ്ഞാൽ പി സാർ പറഞ്ഞ പോലെ ഈ 5 ഇടത്ത് പൂർണ്ണമായിട്ടും മത്സരം BJP-യും CPM കൂടി മാത്രമാണ്. അവിടെ 3-ാം സ്ഥാനത്തേ ഉള്ളൂ ഈ കോൺഗ്രസ് നമ്മൾ പറയുമ്പോൾ. പിന്നെ പറഞ്ഞ 4 ഇടത്താണ്. ഈ 4 ഇടത്തും കോൺഗ്രസ് 2-ാം സ്ഥാനത്തുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയും പൂർണ്ണമായ ത്രികോണ മത്സരത്തിലേക്കാണ് പോകുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ ഏറ്റവും അവസാനം അവിടെ 2 രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ അത് BJP-യും കോൺഗ്രസുമായി. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ അപ്രമാദിത്വത്തിലിരുന്ന, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ചിന്തിക്കാൻ ഇല്ലായിരുന്ന, അതായത് മത്സരിക്കാൻ ആളില്ല. CPM-നൊക്കെ അത്തരത്തിൽ പൊതുവിനെ അംഗീകരിക്കുന്ന നേതാക്കന്മാർ പോലും ഇല്ലായിരുന്നു. ഇപ്പം ഈ ഇതിനകത്ത് ജോയിയെ പിടിച്ച് സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ വീണ്ടും ഒരു ആക്ഷേപം അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു, എന്തുവാടേ സെക്രട്ടറിയെ പിടിച്ചിട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥിയാക്കണം, ഇവിടെ വേറെ നേതാക്കന്മാരില്ലയോ എന്ന് അദ്ദേഹം അതിനകത്ത് ആലങ്കാരികമായിട്ട് ചോദിച്ചെങ്കിലും ഒരു കാലത്ത് ആ അവസ്ഥയായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാ സാർ? കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാ? കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ തലസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാ. മറ്റു പലയിടത്തും ഞാൻ പറയാം, പിയേഴ്സൺ മാഷിനെ അറിയാമല്ലോ, പാർട്ടി സംവിധാനങ്ങളും രാഷ്ട്രീയവും എന്നെക്കാട്ടി ഒത്തിരി വലുപ്പത്തിൽ അറിയാവുന്നതാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥ പലയിടത്തും ഇതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് വിസ്മയം എന്ന് പറഞ്ഞ് വിസ്മയം BJP-ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇലക്ഷന് ശേഷം അറിയാം. അല്ല, ഇത് ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് നേരത്തെ തിരുവനന്തപുരം ജില്ല പിടിക്കുന്നവർ കേരളം ഭരിക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഉറപ്പില്ല. UP-യുടെ കാര്യം പറഞ്ഞല്ലേ? ഇപ്പൊ ഉറപ്പില്ലാത്ത സ്ഥിതിയായി. ഇപ്പൊ തിരുവനന്തപുരത്ത് ത്രികോണ മത്സരത്തിന്റെ കേന്ദ്രമാണ്. ആര് ജയിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ആനന്ദ ബോസൊക്കെ വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഇതേപോലെ തന്നെ ത്രികോണം മത്സരത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു സ്ഥലമായി മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.